ഹലോ, എല്ലാവർക്കും നമസ്കാരം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്നേ നിയമസഭാ ഇലക്ഷന് വോട്ട് ചെയ്യണ്ടേ? അപ്പോൾ അങ്ങനെ വോട്ട് ചെയ്യാൻ വേണ്ടി പോവാം. അപ്പോൾ വർഷം 18 വയസ്സ് തന്നെ വോട്ട് ചെയ്തോ? ആ വർഷം ഇതുണ്ടായിരുന്നു, ഇലക്ഷൻ ഉണ്ടായിരുന്നു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പായിരുന്നു അതോ? അന്ന് മുതൽ ഇന്ന് വരെ ഒറ്റ കക്ഷിക്കാണ് വോട്ട് ചെയ്യുന്നത്. അതുകൊള്ളാം. പക്ഷെ ആ പാർട്ടി സ്ഥിരമായിട്ട് നോക്കുന്ന പാർട്ടിയാണോ? നിന്റെ ജനാധിപത്യ ബോധത്തെ പൊതുസമൂഹം അംഗീകരിക്കുന്നില്ലെന്നാണ് പറഞ്ഞിരുന്നത്. പൊതുജനം തിരിച്ചറിയുന്നില്ല. പൊതുജനം മാറ്റം ഒരു കാലം വരും, താമസിയാതെ അതുണ്ടാവും. മാറ്റം ഉണ്ടാകുന്നുണ്ട്. ഓ, ഇവിടുത്തെ കാര്യം ഞാൻ അങ്ങോട്ട് ഇന്ന് ഒരൊറ്റ ജനത. അതെ, ഭയങ്കരമായ പ്രചരണ സാമഗ്രികളൊക്കെ ഇട്ട് തൂക്കി ഭയങ്കര ഭംഗിയാക്കിയിട്ടുണ്ട് കേട്ടോ. ദിവാകവന ഭയങ്കര രസമാക്കിയിട്ടുണ്ട്. നിറച്ച് പോസ്റ്റർ. അത് ഇവിടെ ഇപ്പോൾ അനിൽകുമാറിന്റെ പോസ്റ്ററുണ്ട്, പിന്നെ ടി അനിൽകുമാർ ഇന്ത്യയുടെ പോസ്റ്ററുണ്ട്. പോസ്റ്ററല്ല, ഒരു ഫ്ലക്സ്. ഇവിടെ കുറെ തിരുവഞ്ചൂരിന്റെ പോസ്റ്റർ തൂക്കിയിട്ടുണ്ട്, തോരണം പോലെ. അനിൽകുമാറിന്റെ തൂക്കിയിട്ടുണ്ട്. ഇന്ത്യയുടെ തൊട്ടപ്പുറത്തുണ്ട്. അത് മാത്രം ഇനിയിപ്പോ നമുക്ക് കാണിക്കാൻ ഒക്കത്തില്ല, കാരണം നമ്മളിനി ബൂത്തിലോട്ട് കയറാൻ പോലും. അതുകൊണ്ട് അവിടെ മൊബൈൽ തവണ അനുവദനീയമല്ല, മൊബൈൽ ഫോൺ. അങ്ങനെ നമ്മൾ നിയമസഭാ ഇലക്ഷന് വോട്ട് ചെയ്തോ? ജനാധിപത്യത്തിന്റെ ഭാഗമായോ? ശരി, നല്ല കാര്യം. ഇത്തവണ നീ ഗവൺമെന്റ് സർവീസിലുള്ള ആളല്ലേ? എന്നിട്ട് ഇത്തവണ എനിക്ക് കിട്ടിയില്ല ഇലക്ഷൻ ഡ്യൂട്ടി. പക്ഷെ എനിക്ക് എന്താണെന്നറിയില്ല, എനിക്ക് പക്ഷെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഇലക്ഷൻ ഡ്യൂട്ടി ചെയ്യാൻ. സാധാരണ എല്ലാവരും ഇലക്ഷൻ ഡ്യൂട്ടിക്ക് ഒഴിവാകാനല്ലായിരുന്നു നോക്കുന്നത്. ചുമ്മാ നിസ്സാര കാര്യം പറഞ്ഞ് ഒരു കാര്യമില്ലാണ്ട് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊണ്ട് മാറും. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് പോകാൻ ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാനായിട്ട്. കാര്യം പറയും, ഒരു കാരണം കാണും. ചുമ്മാ അവിടെ ഭക്ഷണം, നല്ല ഭക്ഷണം കിട്ടുമോ? ഇല്ല, ഭക്ഷണത്തിന്റെ കാര്യം കണക്ക്. എന്നാൽ നമ്മൾ ചെയ്യുന്ന നമ്മുടെ രാജ്യത്തിലെ ഒരു വലിയ ഒരു ഭാഗം നമ്മള് ഭാഗഭാക്കാകുമല്ലോ. അപ്പൊ അത് നമ്മുടെ ഡ്യൂട്ടി അല്ലേ. അങ്ങനെ നമ്മൾ ജനാധിപത്യത്തിന്റെ ഭാഗം. ഇത് കാണിച്ചോ നീ? ഓ എന്റെ ദൈവമേ, ഇത് കാണിക്ക്. കണ്ടോ ഞങ്ങളെ ചെയ്തേ, വോട്ട് ചെയ്തേ. അതെ, ഈയിടെ വരണം. അങ്ങോട്ട് പോയപ്പോ കാണാൻ ഇവിടെ ഈ സൈഡാ കേട്ടോ, ഇടതുവശത്താണ്. അവിടെ കൊണ്ട് ഇവിടെ തിരുവഞ്ചൂരിന്റെ പറയുന്നുണ്ട്. ആര് കൊണ്ടുപോകും? തിരുവഞ്ചൂരാണോ, അനിൽകുമാറാണോ, പി അനിൽകുമാറാണോ? കെ അനിൽകുമാറാണോ, പി അനിൽകുമാറാണോ, തിരുവഞ്ചൂരാണോ? എന്തായാലും നല്ല ടൈറ്റ് മത്സരം കോട്ടയത്ത് കേട്ടോ. അപ്പോ ഇനിയിപ്പോ വീട്ടിൽ പോയി അപ്പം ഉണ്ടാക്കണം, കറി ഉണ്ടാക്കിയല്ലോ. അപ്പവും കാപ്പി. വിശക്കാൻ തുടങ്ങി. ആക്ച്വലി കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ യാത്രയുടെ ഭാഗമായിട്ട് നേരത്തെ കഴിച്ചോണ്ടേ നേരത്തെ വിശക്കും. ഇപ്പൊ 8:15 ആളൂ. ഇപ്പൊ ഭക്ഷണം കഴിച്ച് അവിടെ നിന്ന് പോയി വരുമ്പോഴത്തേക്ക് 10:10 കറി വെക്കാനൊന്നും പച്ചക്കറി മാമ്പഴപ്പുളിശ്ശേരി അടിപൊളി കിടുക്കൻ കോമ്പിനേഷൻ.
ഇടിച്ചക്കത്തോരൻ, അടിപൊളിയല്ലേ? ഇടിച്ചക്കത്തോരനും മാമ്പഴ പുളിശ്ശേരിയും നാരങ്ങാച്ചാർ ഉണ്ടായിരുന്ന സംഗതി നാരങ്ങാച്ചാർ ഇരിപ്പുണ്ടല്ലോ, മറ്റേ ആ വരട്ടിയ നാരങ്ങാച്ചാർ. എന്നാ പൊളിച്ച് എന്തോ വരട്ടിയതിനേക്കാൾ നല്ലത്. പക്ഷെ പച്ച നാരങ്ങ, പക്ഷെ കുഴപ്പമില്ല, എന്നാലും വേണ്ടത് ഈ സാധനത്തിന്റെ കോമ്പിനേഷൻ അതായിരുന്നു. കുഴപ്പമില്ല. പച്ചക്കറി മേടിക്കാൻ പോകുന്നുണ്ടോ ഇന്ന്? ഇപ്പോഴാ എല്ലാം ആക്കി വെച്ചിട്ട് പോകാം. എനിക്കിനിപ്പോ തിരുവാർപ്പിന് പോകേണ്ടതാ. തിരുവാർപ്പെന്ന് പറഞ്ഞാൽ ചിലപ്പോ തിരുവാർപ്പിൽ ആതിരക്ക് ഡ്യൂട്ടി കേട്ടോ ഞങ്ങളെ സ്കൂളില്. ആതിരയ്ക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്തിലെ ബഹുമാനപ്പെട്ട സമ്മതിദായകർക്കുള്ള വോട്ടവകാശം രേഖപ്പെടുത്തുവാനായി അങ്ങനെ വോട്ടുകൾ ചെയ്തുകൊണ്ട് ജനാധിപത്യ സത്യത്തിലെ ഈ ലോകത്ത് വേറെ എവിടെയെങ്കിലും ഇത്ര കൃത്യമായിട്ട് ഈ ഒരു പ്രക്രിയ ചെയ്യുന്നുണ്ടോ എന്നറിയാം. സൗത്ത് ആഫ്രിക്കയിലൊക്കെ ഇങ്ങനെ അനിയത്തി അവള് മുത്ത് പറയുന്ന കേൾക്കാം. അവിടെ ഇങ്ങനെ ഒരു ബോക്സ് വെച്ചേക്കും, ഇതുപോലെ ആർക്കും വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കത്തില്ല, സ്ഥാനാർത്ഥി അങ്ങനെ ഒന്നുമില്ല. ഒരു ബോക്സ് അവിടെ എങ്ങാനും വെച്ചിരിക്കും, അവിടെ പോയി ഇഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്യാൻ പോരാ. ഒന്നും അറിയത്തില്ല, പോസ്റ്ററുകളില്ല, ഒന്നുമില്ല. ഇലക്ഷൻ ആണെന്ന് പോലുള്ള കാൻഡിഡേറ്റിനെ തിരിച്ചറിയാനായിട്ട് അത് പിന്നെ അറിയാൻ പറ്റുമല്ലോ. പ്രാദേശികമായിട്ടുള്ള ആൾക്കാരെ അറിയാൻ പറ്റുമല്ലോ. എല്ലാവർക്കും വാർത്തകളിൽ നിന്നൊക്കെ പറയുമായിരിക്കും. സ്ഥാനാർത്ഥി എന്ന് വോട്ട് അഭ്യർത്ഥിക്കുന്ന അങ്ങനെ ഒന്നുമില്ല, പോസ്റ്റർ ഇല്ല, ഒന്നുമില്ല. അല്ല അതല്ല അതിന്റെ വേറൊരു കാര്യം എന്താ വെച്ചാൽ ഈ നമ്മൾ ഈ സ്ഥാനാർത്ഥിയെ വോട്ടഭ്യർത്ഥിക്കുന്നതിന്റെ കേസിട്ട് മാത്രമല്ല ഉള്ളത്. അതുപോലെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ നമ്മുടെ ഈ ഇന്ത്യയിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ, പ്രത്യേകിച്ച് കേരളത്തിൽ വളരെ കൃത്യമായിട്ട് ജനാധിപത്യപരമായിട്ടുള്ള ആ ഒരു സങ്കല്പം ഉണ്ടല്ലോ, അതിനെ പൂർണ്ണ അർത്ഥത്തിൽ നമ്മൾ കാര്യം ചെയ്യുന്നു.